അയാൾക്ക് അവളോട് കഠിനമായ പ്രണയമായിരുന്നു. ഒരു പ്രണയ സല്ലാപത്തിനിടെ അവൾ അവനോട് ചോദിച്ചു, നിനക്ക് എന്നെ ഇഷ്ടമാണോ? അവൻ പറഞ്ഞു, എന്താണ് സംശയം? അവൾ പറഞ്ഞു, നിനക്ക് എന്നെ ഇഷ്ടമാണെന്നതിൻ്റെ അടയാളമായിട്ട് നിന്റെ അമ്മയുടെ ഹൃദയം എനിക്ക് വേണം. കേട്ട പാതി കേൾക്കാത്ത പാതി ഈ മനുഷ്യൻ വീട്ടിലേക്ക് ഓടുകയാണ്. അടുക്കളയിൽ ജോലിയിലായിരുന്ന അമ്മയെ ഒരു കരിക്കത്തി കൊണ്ട് കൊലപ്പെടുത്തി അവളുടെ ഹൃദയം പുറത്തെടുത്ത് ആ ഹൃദയവുമായിട്ട് പ്രണയിക്കുന്ന ആളുടെ അടുത്തേക്ക് അവൻ ഓടുകയാണ്. റോഡിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന അയാൾ റോഡരികിലുണ്ടായിരുന്ന ഒരു കല്ലിൽ തട്ടി റോഡിലേക്ക് വീഴുകയാണ്. കൈയുടെയും കാലുടെയും മുട്ടുകൾ പൊട്ടി റോഡിൽ അങ്ങനെ കിടക്കുകയാണ്. അയാളുടെ കയ്യിലുണ്ടായിരുന്ന അമ്മയുടെ ഹൃദയം കയ്യിൽ നിന്നും തെറിച്ച് റോഡരികിൽ അങ്ങനെ കിടക്കുകയാണ്. വീണ് കിടക്കുന്ന ആ മനുഷ്യൻ മാർദ്ദവമേറിയ തേങ്ങുന്ന ഒരു ശബ്ദം കേട്ടു. മകനെ, നിനക്ക് വേദനിച്ചോ? പ്രസിദ്ധ തത്വചിന്തകനും ഗണിതശാസ്ത്രജ്ഞനുമായ ബ്ലെയ്സ് പാസ്കൽ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്: ഹാർട്ട് ഹാസ് ഇറ്റ്സ് ഓൺ റീസൺസ് വിച്ച് റീസൺസ് ഡസ് നോട്ട് നോ. ഹൃദയത്തിൻ്റെ കാരണങ്ങൾ യുക്തിക്ക് അതീതമാണ്. ഹൃദയത്തിന് അതിൻ്റേതായിട്ടുള്ള കാരണങ്ങളുണ്ട്. കർത്താവ് പഠിപ്പിക്കുന്ന ഹൃദയത്തിൻ്റെ കാരണമാണ് സ്നേഹം എന്ന് പറയുന്നത്. സ്നേഹിതന് വേണ്ടി ജീവൻ ബലി കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് അവിടുന്ന് പഠിപ്പിക്കുന്നത് ഹൃദയത്തിൽ നിന്ന് വരുന്ന ഈ സ്നേഹത്തിൻ്റെ ഭാഷയാണ്. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർക്ക് അറിയില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ ഭാഷയാണ്. യുക്തിയുടെ ഭാഷ കുരിശിന് താഴെ നിൽക്കുന്നവർ പറയുന്നുണ്ട്, സ്വർഗത്തിൽ നിന്ന് സൈന്യത്തെ അയച്ച് ഈ കുരിശിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ നീ പ്രാർത്ഥിക്കുക. യുക്തിയുടെ ഭാഷയാണ്. ഈശോയ്ക്ക് യുക്തിയുടെ ഭാഷയേക്കാൾ സ്നേഹത്തിൻ്റെ ഭാഷയാണ് പ്രധാനമായിരുന്നത്. യുക്തിയുടെ കണ്ണിലൂടെ ഈശോയെ നോക്കുമ്പോൾ ഈശോയുടെ ജീവിതം തികഞ്ഞ പരാജയമായിരുന്നു. എന്നാൽ സ്നേഹത്തിൻ്റെ കണ്ണിലൂടെ ഈശോയെ നോക്കുമ്പോൾ ഈശോയുടെ ജീവിതം പൂർണ്ണവും മഹത്തരവുമായിരുന്നു. പ്രിയമുള്ളവരെ, ഈ യുക്തിയുടെ ഭാഷ കൊണ്ട് മാത്രം മറ്റുള്ളവരെ അളന്ന് തിട്ടപ്പെടുത്തി ജീവിതത്തിൽ മുന്നോട്ടു പോകുന്നവരാണോ നമ്മൾ? ഈശോ പറയുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. സ്നേഹമെന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ ഭാഷയാണ്. ഹൃദയത്തിൻ്റെ ഭാഷ അധരം കൊണ്ട് ഏറ്റുപറയുവാൻ നമുക്ക് സാധിക്കട്ടെ. സാധിക്കാതെ പോയ നിമിഷങ്ങൾ അത് നമ്മുടെ തിന്മയുടെ നിമിഷങ്ങളായിരിക്കാം, സ്നേഹക്കുറവിൻ്റെ നിമിഷങ്ങളായിരിക്കാം. അനുദപിച്ച് ആദ്യമുണ്ടായിരുന്ന സ്നേഹത്തിലേക്ക് തിരിച്ചു നടക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.